തീർത്ഥാടന യാത്ര ആരംഭിച്ചാലോ? രാവിലെ ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം 7:30-ക്കാണ് ഞങ്ങളുടെ പള്ളി സെൻറ് മേരീസ് ഇമാക്കുലേറ്റ് ചർച്ച് മർത്താക്കരയിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. പരസ്പരം പരിചയപ്പെട്ടതിനു ശേഷം ഏകദേശം 22 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യ പള്ളിയിൽ എത്തിച്ചേരുന്നത്. സെൻറ് മേരീസ് ഫൊറൈൻ ചർച്ച്, ചാലക്കുടി. 52 AD വിശുദ്ധ തോമാശ്ലീഹായിൽ നിന്നും നേരിട്ട് മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ ജനങ്ങളായി മാറിയവരിൽ ചിലർ പിന്നീട് 600 AD ഇവിടെ ആദ്യമായി പള്ളി സ്ഥാപിക്കുന്നത്. 1978-ലാണ് പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ആദ്യ പള്ളി ഇവിടെ നിന്നും അല്പം അകലെയായിരുന്നു. അവിടെയാണെങ്കിലോ ബ്രാഹ്മണർ കൂടുതൽ താമസിക്കുന്നൊരിടവും. അപ്പോൾ ഇങ്ങനെയൊരു പള്ളി നിർമ്മിക്കപ്പെടണമെങ്കിൽ അന്നത്തെ കാലത്തെ എല്ലാവരുടെയും മതസൗഹൃദത്തിനെയാണ് അത് കാണിക്കുന്നത്. ഏറ്റവും അവസാനമായി 2006 പണി കഴിപ്പിച്ച ഹോളി ലാൻഡ് അന്നത്തെ ഹോം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 2006-ലാണ് ഇവിടെയുള്ള മറിയം ഗ്രോട്ടോ സ്ഥാപിതമായത്. അവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടാണ് രണ്ടാമത്തെ പള്ളിയായ സെയിൻറ് മേരീസ് ഫൊറൈൻ ചർച്ച് കൊരട്ടി അഥവാ കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ ഞങ്ങൾ എത്തിയത്. 1381 സ്ഥാപിതമായ ഈ പള്ളി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മരിയൻ പിലിഗ്രിമേജ് സെൻ്ററുകളിൽ ഒന്നാണ്. രോഗികളും ജീവിത പങ്കാളികളെ തിരയുന്നവരും മക്കൾ ഉണ്ടാകാതെ വലയുന്നവരുമാണ് മാതാവിനോട് സഹായം ചോദിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നത്. അന്നത്തെ കാലത്തെ കൊരട്ടി സ്വരൂപത്തിൻ്റെ തമ്പുരാട്ടിയുടെ കൽപ്പന അനുസരിച്ച് യുദ്ധത്തിൽ മരണപ്പെട്ട ചീഫ് കമാൻഡർ കൊച്ചുവരീദിൻ്റെ ശരീരം അടക്കം ചെയ്ത സ്ഥലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന 20 അടിയോളം ഉയരവും 12 അടിയോളം വീതിയുമുള്ള ഗ്രാനൈറ്റ് ക്രോസ് പള്ളിയുടെ മുന്നിലെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി വേണ്ടിയിട്ടാണ് അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കാനായി തമ്പുരാട്ടി ഉത്തരവിട്ടത്. ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ പൂവൻ കുലകൾ സമർപ്പണമായി നൽകാറുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു നേർച്ചയാണ് മുട്ടിനിഴയൽ. പള്ളിയുടെ സമീപത്തായുള്ള ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതിനടുത്ത് തന്നെയുള്ള ഷോപ്പിൽ കയറി കൊന്തയും മറ്റു വിശുദ്ധ വസ്തുക്കളും വാങ്ങിക്കാനും നമുക്ക് അവസരമുണ്ട്. ഈ കാണുന്ന കൊരട്ടിയങ്ങാടി റെയിൽവേ സ്റ്റേഷനും ഇവിടുത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. മൂന്നാമതായി ഞങ്ങൾ പോയത് അവിടെ നിന്നും 11.5 കിലോമീറ്റർ അകലെയുള്ള അങ്കമാലിയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന സെൻറ് ജോർജ് സീറോ മലബാർ ബസിലിക്കയിലേക്കാണ്. 1997-ലാണ് ഈ പള്ളിയുടെ പണി ആരംഭിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത്. ഈ കാണുന്ന ഡോമിൻ്റെ ഉയരം ഏകദേശം 185 അടിയാണ്. അതിനു ചുറ്റും കാണുന്ന 16 ജനാലകളിലായി അപ്പസ്തോലന്മാരുടെ ഛായാചിത്രം കാണാൻ കഴിയും. 2009-ലാണ് ഈ പള്ളി ഒരു മൈനർ ബസിലിക്കയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. നാലാമതായി ഞങ്ങൾ പോയത് 35 കിലോമീറ്ററോളം ദൂരം അകലെയുള്ള നാഷണൽ ഷ്രൈൻ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റാൻസം, വല്ലാർപാടം. എല്ലാ കൊല്ലവും ഏകദേശം 50 ലക്ഷത്തോളം ജനങ്ങൾ ഇവിടുത്തെ വല്ലാർപാടം അമ്മയോട് സഹായം ചോദിക്കാൻ വരാറുണ്ട്. 2004-ലാണ് അന്നത്തെ ബിഷപ്പ് ഈ പള്ളിയെ ഒരു പിലിഗ്രിം സെൻ്ററിൽ നിന്നും നാഷണൽ ഷ്രൈൻ ആയി പ്രഖ്യാപിക്കുന്നതും അതേ കൊല്ലം തന്നെയാണ് അന്നത്തെ മാർപ്പാപ്പ ഈ പള്ളിയെ ഒരു മൈനർ ബസിലിക്കയായി പ്രഖ്യാപിക്കുന്നതും. ഇവിടുത്തെ ആദ്യത്തെ അത്ഭുതം 1780-കളിൽ മീനാക്ഷിയമ്മ എന്നു പേരുള്ള ഒരു നായർ സ്ത്രീക്കാണ് ഉണ്ടായത്. ആ അത്ഭുതത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെയുള്ളവർ അടിമ സമർപ്പണം നേർച്ചയായി ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു നേർച്ചയാണ് ഇവിടെ കാണുന്ന ഭക്തജനങ്ങൾ പള്ളിയുടെ മുൻവശം ചൂലുകൊണ്ട് വൃത്തിയാക്കും എന്നുള്ളത്. പ്രധാന പള്ളിയുടെ സമീപത്തായി മറ്റൊരു പള്ളിയും സ്ഥിതി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തന്നെയുള്ള ഹാളിൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ 5-ാം പള്ളിയിലേക്ക് പുറപ്പെട്ടത്. അവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ സെയിൻറ് ജോർജ് ഫൊറൈൻ ചർച്ച് എടപ്പള്ളിയിൽ എത്തിയത്. എല്ലാ വർഷവും 9 ദിവസം നീളുന്ന സെൻറ് ജോർജിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കാറുണ്ട്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള പള്ളികളിൽ വെച്ച് ഏഷ്യയിൽ ഏറ്റവും വലിയ പള്ളിയാണിത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ സ്വർണം, കോഴി, മുട്ട എന്നിവ സമർപ്പിക്കാറുണ്ട്. 600 AD-ലാണ് ഇവിടുത്തെ ആദ്യ പള്ളി സ്ഥാപിതമാകുന്നത്. 1080-ലാണ് ഈ പള്ളിയുടെ അടുത്ത് തന്നെ മറ്റൊരു പള്ളി നിർമ്മിക്കുന്നത്. ആദ്യം മർത്താ മറിയത്തിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെട്ടിരുന്നത്. 2001-ലാണ് മൂന്നാമത്തേതും നിങ്ങളിപ്പോൾ കാണുന്ന പുതിയ പള്ളിയും നിർമ്മിക്കുന്നത്. അവിടുന്ന് ഏകദേശം 46 കിലോമീറ്റർ മാറിയാണ് ഞങ്ങൾ 6-മതായി കണ്ട പള്ളി സെൻറ് മേരീസ് ഫൊറൈൻ ചർച്ച്, തങ്കി. ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് മുടി വളരുന്ന ഈശോയുടെ തിരുസ്വരൂപം.
വലിയ ആഴ്ചയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. ഓശാന ഞായറാഴ്ച വീടുകളിൽ വെച്ചുണ്ടാക്കിയ കൊഴുക്കട്ട പിന്നീട് പള്ളികളിൽ കൊണ്ടുവന്ന് ആദിമ ക്രൈസ്തവ കൂട്ടായ്മയെ ഓർത്തുകൊണ്ട് എല്ലാവരും അത് പങ്കിട്ടു കഴിക്കും. പെസഹ വ്യാഴാഴ്ചയുടെ അന്ന് അത്ഭുതകരമായ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠയ്ക്ക് വയ്ക്കും. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ അവസാന പള്ളിയായ സെയിൻറ് ആൻഡ്രൂസ് ലാറ്റിൻ കാത്തലിക് ബസിലിക്ക അർത്തുങ്കൽ. 1581 ഇവിടെ ആദ്യമായി പള്ളി സ്ഥാപിക്കാനുള്ള അനുവാദം ലഭിക്കുന്നത്. 20 വർഷത്തിനു ശേഷമാണ് ഫാദർ ജിയാക്കോമോ ഫിനാഷ്യോ അന്നത്തെ കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോടുകൂടി പള്ളി പുതുക്കി പണിയുന്നത്. അദ്ദേഹത്തിൻ്റെ 33 വർഷത്തിൻ്റെ സേവനം ഇവിടുത്തെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബഹുമാനത്തോടുകൂടി അർത്തുങ്കലിലെ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്. 1647 ഇറ്റലിയിൽ നിന്നും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുസ്വരൂപം കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവിടെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. 1967 ഇപ്പോൾ കാണുന്ന പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. എല്ലാ വർഷവും ജനുവരിയിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 6:15 കൂടിയാണ് ഞങ്ങൾ തിരിച്ചു യാത്ര ആരംഭിച്ചത്. ഏകദേശം 3.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് മരത്താക്കരയിലെത്തുന്നത്. വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി.